ഗായ്സ്. അപ്പൊ ഞാൻ ഇന്ന് നല്ല കുട്ടിയായി സാരി കൊടുത്ത് അമ്പലത്തിൽ പോകാൻ പറയുന്നത്. ബിക്കോസ് നാളെ എൻ്റെ പിറന്നാളാണ്. നമ്മൾ ഇന്ന് പോവാനായിട്ട് പോണത് കല്ലിൽ ശ്രീ ഭഗവതി ക്ഷേത്രം, പെരുമ്പാവൂർ മേത്തലയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് പോവാനായിട്ടൊരിഷ്ടം തോന്നി, ഒരു വെറൈറ്റി അമ്പലത്തിൽ പോകണം എന്ന് തോന്നി. അപ്പം ഞാൻ ചുമ്മാ പറഞ്ഞു ആക്കി പോവാ പറഞ്ഞു. അങ്ങനെ നമ്മൾ അമ്മയുടെ ഇറന്ന് അനുവാദം ചോദിച്ചു. പോണേണ് വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലോളുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും പോയി നിന്നിട്ട് വീഡിയോ എടുക്കുള്ളായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇട്ടിരിക്കണത് സാരി ഉണ്ടല്ലോ, കോസ്റ്റ്യൂം, ബ്ലാക്ക് ബ്ലൗസ്, പിന്നെ ഞാൻ കമ്മൽ ഇട്ടിട്ടുണ്ട്, നല്ല വലിയ കമ്മലാണ്. പിന്നെ എൻ്റെ എല്ലാ സെക്കൻഡ് സ്റ്റിക്സും, പിന്നെ ഒരു പൊട്ട്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, സൺസ്ക്രീൻ, കൺമിഷി, മസ്കാര ഇട്ടിട്ടില്ല. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ സിമ്പിൾ മാല. അപ്പോൾ ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ബൈ. അപ്പം നമ്മൾ ഒരു കപ്പലിൻ്റെയും 2 പേട മദാം പുല്ലും കൂടി മേടിച്ച് വണ്ടിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ മേടിച്ച ഫ്ലേവർ ശംഖുപുഷ്പത്തിൻ്റെ മറ്റേ മിൽക്ക് ഷേക്ക് പോലത്തെ സംഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ചേട്ടൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ 4 കട്ട്ലേറ്റും 2 ഉപ്പുസോഡയും കുടിച്ചിട്ടുണ്ട്. അവ നമ്മൾ എടുക്കാനായിട്ട് മറ്റു ചെയ്താണ് കേട്ടോ. മുടിക്കലാണ് നമുക്ക് വണ്ടിയില ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ലൂബിക്കാന്ന് പറഞ്ഞാൽ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ, അതായത് ഒരു കാടാണ്, കാടിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ പോണത്. അപ്പം എങ്ങാനും പണി കിട്ടിയാലോ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഏകാതിമുഖം പോയിട്ട് ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായി ലൂബ് ചെയ്തിട്ട് വാഷ് ചെയ്തായിരുന്നു. അത് ചെയ്യണമായിരുന്നു. നമ്മൾ ലൂബ് ചെയ്യിപ്പിച്ചിട്ട് പോവാലാന്ന് കരുതി. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ ഉള്ളത് മുടിക്കലാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഒരു വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ, ഒരു സ്പ്രൈറ്റ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ ചിക്കന് കിൻഡർ ജോയ് വേണമെന്ന്, അപ്പം അതും കൂടി മേടിക്കാലാ കരുതി. അപ്പം മേടിക്കട്ടെ കേട്ടോ. അതെ നോക്കട്ടെ, എനിക്കെന്നോ ഇല്ലല്ലേ കളിച്ചോ. തോക്കാണത്. തോക്ക് അയ്യോ. ഒരു ഇൻട്രോട്ടാ. നമ്മള് പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോണത്. പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറി കുറുപ്പൻപടിയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ്, കുറുപ്പൻപടി ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലം. അപ്പൊ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐതിഹ്യമുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മുടെ കാട്ടിലാണ് ഈ അമ്പലം ഇരിക്കണമല്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ വനത്തിൽ വന്ന ആൾക്കാർ അവിടെ ഒരു ദേവീ ചൈതന്യമുള്ളൊരു സ്ത്രീനെ കാണാണ്. ആ സ്ത്രീ എന്ന ഒരു കല്ല് വെച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരടുത്തേക്ക് വന്നപ്പോഴേക്കും ഈ സ്ത്രീ കല്ല് മുകളിലോട്ടേക്ക് വലിച്ചെറിഞ്ഞ് അപ്രത്യക്ഷമായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുകളിലോട്ടേക്ക് വലിച്ചെറിഞ്ഞ കല്ലുകൾ ഭയങ്കര വലിയ പാറകൾ, മേൽക്കൂരകളായിട്ട് മാറുകയും ചെയ്തു. താഴോട്ടേക്ക് വീണ കല്ലുകൾ ഇരിപ്പിടങ്ങളായിട്ട് മാറുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഐതിഹ്യം. വരുമ്പോഴേക്ക് ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. പിന്നെ കാണിച്ചു തരാം, ബാലൻസ് ഉള്ളതൊക്കെ ഫ്രഷ് ആൻഡ് ഫൈൻ്റെ ആണ് ഇത്. അപ്പൊ ചേട്ടനാണിത് നമ്മളുടെ ബാഗിൽ ഇട്ടേക്കണതാണ്. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മീൻസ് റെഗുലർ യൂസിനല്ല, നമ്മുടെ ബാഗിൽ ഇങ്ങനെ ഇടുമല്ലോ. എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു ലിപ്സ്റ്റിക്ക്, ഒരു വെറ്റ് ടിഷ്യൂ, പിന്നെ ഒരു ചീപ്പ്. ചീപ്പ് ഞാൻ ഇല്ലെങ്കിലും എടുക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്നാലും വൈറ്റ്സും പിന്നെ ലിപ്സ്റ്റിക്കും എൻ്റെ മസ്റ്റായിട്ട് ഉണ്ടാകും. എൻ്റെ കയ്യിലുള്ള ബാഗിലുണ്ടാകും, കോളേജ് ബാഗിലുണ്ടാകും, പിന്നെ എൻ്റെ വണ്ടിയിലുണ്ടാകും ഈ വൈറ്റ്സും ലിപ്സ്റ്റിക്കും. കൂടി ഞാൻ കാണിച്ചിട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി. അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും. ദെൻ ഒരു ആൽമരമൊക്കെ ഉണ്ട് നടുക്കായിട്ട്.
ആളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്ന് ഞാൻ നോക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് അങ്ങേ അറ്റത്ത് കാണുന്ന സ്റ്റെപ്പ് വഴി മുകളിലോട്ടേക്ക് ഇങ്ങനെ കയറുക എന്നുള്ളതാണ് നമുക്കിനി നെക്സ്റ്റ് ചടങ്ങ്. അതെ, ഈ അമ്പലത്തിൻ്റെ പുറത്താണിത്. അതെ, ഇതാണ് കല്ല്. ഈ കല്ലിൻ്റെ അടിയിലാണ് അമ്പലം ഇരിക്കുന്നത്. ഈ കല്ല് തറയിൽ അല്ലെങ്കിൽ മണ്ണിൽ മുട്ടിയിട്ടില്ല. ആണ് ഇവിടുത്തെ പ്രത്യേകത. ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ടാണ് നിൽക്കുന്നത്. എവിടെ കല്ലിറക്കിയൊക്കെ? അതെ, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു 2-3 കല്ല് എങ്ങനെയാണെങ്കിലും വലിപ്പാകാം, പ്രശ്നമൊന്നുമില്ല. 2-3 കല്ലെടുത്ത് അതെ ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന വീടിൻ്റെ പണി കംപ്ലീറ്റ് ആകും. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം വെക്കാമെന്നാണ് അവർ പറഞ്ഞത്. ചോദിച്ചപ്പോൾ ഇത് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇവിടെ ചോദിച്ചു തിരുമേനിയുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി മുടങ്ങി കിടക്കുന്ന വീടിൻ്റെ പണി കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇത്രയും പൊക്കത്തിലാണ് ഈ അമ്പലം വന്നിരിക്കുന്നത്. അപ്പൊ പകല് വന്നതിനേക്കാളും ഇവിടെ ഭംഗി ഇത് രാത്രി കാണാനാണ് കേട്ടോ. എന്ത് രസമാണ് നോക്കിയൊക്കെ. ഇങ്ങനെയാണ് ഉള്ളിലോട്ടൊക്കെ കാണുന്നത്. ഉള്ളില് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ല. ഞാൻ ചോദിച്ചു. രാത്രി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ വഴിപാടൊക്കെ കഴിച്ചായിരുന്നു, ഭാഗ്യസൂക്തമൊക്കെ ചെയ്തായിരുന്നു. നെയ്വിളക്ക്, ഭാഗ്യസൂക്തം നമ്മുടെ എല്ലാവരുടെയും പേരിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇറങ്ങി കുറച്ച് പിക്സൊക്കെ എടുത്തു. നല്ല പിക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വൈകുന്നേരമായിട്ട് ഇങ്ങനെ ഇരുട്ടി പോണതൊക്കെ അമ്പലത്തിൽ വന്നിട്ടാ. ഫുഡും കൂടി കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിലാണ് വരുന്നത്. ഇവിടെ താഴെസട്ടിലാണ് നമ്മൾ കയറുന്നത്. കടയുടെ പേരൊക്കെ മറന്നുപോയി ആണ് നോക്കിയത്. നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഡഡ് ഫ്രൈസ്, പിന്നെ ഒരു ചിക്കൻ ചീസ് ബോൾ, പിന്നെ ഫലൂദ, ഫ്രൂട്ട് സലാഡ്, പിന്നെ ലൈം സോഡ. ആ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഭയങ്കര വെയിറ്റിംഗ് ആണ് നമ്മൾ. ഞങ്ങൾ രണ്ടുപേരും 2 വീട്ടിലോട്ടേക്ക് പോയി. അത്രയുള്ളൂ. ബൈ.